ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ JVM, JRE ആൻഡ് JDK ഈ മൂന്ന് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൂന്നും ജാവ പ്രോഗ്രാമിംഗ് എക്കോസിസ്റ്റത്തിലെ ഇന്റഗ്രൽ കോമ്പണൻസ് ആണ്. നമുക്ക് ഓരോന്നിന്റെയും പർപ്പസ് എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. ഈ ചിത്രത്തിനകത്ത് നോക്കുകയാണെങ്കിൽ JDK ആണ് ഔട്ടർ കോമ്പണന്റ്. JDKയുടെ ഒരു ഭാഗമാണ് JRE എന്ന് പറയുന്നത്. JREക്ക് അകത്തെ ഒരു കോമ്പണന്റ് ആണ് JVM എന്ന് പറയുന്നത്. സോ ജാവ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ പേഴ്സണലി ഇത് ഓർത്ത് വെക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡോക്ടർ വി എന്നായിരുന്നു ഞാൻ ഓർത്തിരുന്നത്. അതായത് JDKയിലെ ഡിയും അതുപോലെ JREയിലെ ആറും JVMയിലെ വിയും കൺസിഡർ ചെയ്ത് ഡോക്ടർ വി, ഈ രീതിയിലാണ് ഞാൻ ഏതിന്റെ സബ്സെറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരുന്നത്. JDK stands for Java Development Kit. It is a software development environment used for developing Java applications. ഈ JDK കിറ്റ് അതൊരു കിറ്റ് അല്ലെങ്കിൽ ഒരു പാക്കേജ് ആണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, ഡെവലപ്മെന്റ് ടൂൾസും അതുപോലെ തന്നെ JREയും. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ ഇതിനകത്ത് JRE കാണും, അതുപോലെ തന്നെ ഒരു ഇന്റർപ്രിറ്റർ അല്ലെങ്കിൽ ലോഡർ, അതാണ് ജാവ എന്ന് പറയുന്ന പിന്നെ ഇതിനകത്ത് കാണുന്ന ടൂള്, ഡെവലപ്മെന്റ് ടൂള്. പിന്നെ ജാവാസി, അതാണ് കമ്പൈലർ. ദെൻ ഒരു ആർക്കൈവർ, ജാറിന്റെ ആർക്കൈവർ, സെറ്റ് ഓഫ് ലൈബ്രറീസിലാണ് അത് വരുന്നത്. ജാർ ആർക്കൈവേഴ്സ് കാണാം. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ജനറേറ്റർ, ജാവ ഡോക്, പിന്നെ അതർ ടൂൾസ് നീഡഡ് ഇൻ ജാവ ഡെവലപ്മെന്റ്. ഇത്രയാണ് JDKക്ക് അകത്ത് വരുന്നത്. ഇനി ഇപ്പൊ മൊത്തത്തിൽ ഒരു പിക്ചർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് JRE കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. JRE എന്ന് പറയുമ്പോൾ ജാവ റൺ ടൈം എൻവയോൺമെന്റ്. അതിന് ചില സമയത്ത് ജാവ RTE എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു ജാവ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള മിനിമം റിക്വയർമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ജാവ റൺ ടൈം എൻവയോൺമെന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ജാവ വിർച്വൽ മെഷീൻ കാണാം. അതുപോലെ തന്നെ കോർ ക്ലാസസും സപ്പോർട്ടിംഗ് ഫയൽസും ഉണ്ടായിരിക്കും. ഇതൊരു ഇൻസ്റ്റലേഷൻ പാക്കേജ് ആണ്. ഇതാണ് നമുക്ക് ജാവ പ്രോഗ്രാംസ് റൺ ചെയ്യാനുള്ള എൻവയോൺമെന്റ് തരുന്നത്. നിങ്ങളിത് ശ്രദ്ധിക്കണം, റൺ ചെയ്യാനേ പറ്റൂ, ഡെവലപ്മെന്റ് പോസിബിൾ അല്ല. ജാവ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് JDK ഉണ്ടായേ പറ്റൂ. നെക്സ്റ്റ് JVM, ജാവ വിർച്വൽ മെഷീൻ. ഒരു ജാവ പ്രോഗ്രാമിന്റെ റൺ ടൈമില് ഈ JVM JREയുടെ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനെ നമ്മൾ റൺ ടൈം ഇന്റർപ്രിറ്റർ എന്നും ചില സമയത്ത് വിളിക്കാറുണ്ട്. ജാവ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റൺ ടൈം എഞ്ചിൻ ആയിട്ടാണ് ജാവ വിർച്വൽ മെഷീൻ ആക്ട് ചെയ്യുന്നത്. ഈ ജാവ വിർച്വൽ മെഷീൻ ആണ് നമ്മുടെ കോഡിനകത്ത്, ജാവ കോഡിനകത്തുള്ള മെയിൻ മെത്തേഡ് ആക്ച്വലി ഇൻവോക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡെവലപ്പർ ജാവ കോഡ് എഴുതി കഴിഞ്ഞാൽ JDK യൂസ് ചെയ്തിട്ട് ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്യും. ഈ കമ്പൈലേഷന് ശേഷമാണ് നമുക്ക് ബൈറ്റ് കോഡ്, അതായത് ഡോട്ട് ക്ലാസ് എക്സ്റ്റൻഷൻ ഉള്ള ഫയലായിട്ട് നമ്മുടെ സോഴ്സ് കോഡ് മാറുന്നത്. ദെൻ JRE, അതായത് ജാവ റൺ ടൈം എൻവയോൺമെന്റ്, JVMന്റെ ഹെൽപ്പോട് കൂടെ ഈ പറഞ്ഞ ബൈറ്റ് കോഡിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഈ JVM എൻഷുർ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യും എന്നുള്ളതാണ് JVM എൻഷുർ ചെയ്യുന്നത്. സോ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ JDK ഉണ്ടെങ്കിൽ നമുക്ക് കോഡ് റൈറ്റ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം, ഡീബഗ് ചെയ്യാം. JRE മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് റണ്ണിങ് ആപ്ലിക്കേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. JVMന്റെ കേസിലാണെങ്കിൽ എക്സിക്യൂഷൻ ഓൺലി, അതേ പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഓർത്ത് വെക്കാനായിട്ട് ഡോക്ടർ വി എന്ന് പറയുന്ന ദ സോ കോൾഡ് ടെക്നിക് ഐ യൂസ് ടു സ്റ്റഡി, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത്രയാണ് നമ്മൾ JVM, JRE ആൻഡ് JDKന്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.